നമസ്കാരം, സന്തോഷ് ടൂൾ വണ്ടി ഗറാഷ്യൻ ടോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ പുറകിൽ കണ്ടോ, ഈ കാണുന്ന എല്ലാ ആത്തിലും നമ്മൾ ലേഡി മെക്കാനിക് അല്ലെങ്കിൽ ഷീ മെക്കാനിക്സിനെയാണ് കാണുന്നത്. മെക്കാനിക്സ് അല്ല, ടെക്നീഷ്യൻസ്. നമ്മളാരും മെക്കാനിക്കുകളെന്ന് നമ്മൾ ഒരിക്കലും സംബോധന ചെയ്തു. മെക്കാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിക്കലും മുറുക്കലും ചെയ്യാവുന്ന എല്ലാവരും മെക്കാനിക് തന്നെയാണ്. നമ്മളെല്ലാവരും ടെക്നീഷ്യൻസ് ആണ്. അതിൽ നമ്മൾ അഭിമാനിക്കണം. കാരണം ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഒരു സാധനത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് തിരിച്ചറിയാനും അത് നന്നാക്കാനും നന്നാക്കിയ ശേഷം നന്നായി എന്ന് സർട്ടിഫൈ ചെയ്യാനും ഒരു സ്കില്ല് നേടുന്ന ആളാണ് നമ്മൾ ടെക്നീഷ്യൻസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു ടെക്നീഷ്യനാണ്. നെവർ എവർ ബി എ മെക്കാനിക്, യു ഷുഡ് ബി എ ടെക്നീഷ്യൻ. ഓക്കെ. അപ്പോൾ നമ്മളുടെ വർക്ക്ഷോപ്പിൽ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ടൂൾസ് സപ്ലൈ ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഈ എല്ലാവരുടെ ചോദ്യം. 10ൽ 6 ആശാന്മാരും ചോദിക്കും നല്ല പണിക്കാരെ കിട്ടാനുണ്ടോ. അപ്പോൾ അവരുടെ കൂടെയുള്ളവരൊന്നും മോശമായിട്ടല്ല കേട്ടോ, അവർക്ക് ഇഷ്ടം പോലെ വർക്ക് വരുന്നുണ്ട്, പക്ഷേ അത് ചെയ്തു തീർക്കാനുള്ള സ്റ്റാഫില്ല, കേപ്പബിൾ സ്റ്റാഫില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ആശാന്മാരുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അവരുടെ ആ ടെക്നീഷ്യന്മാർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സംഗീതാശൻ ചോദിച്ചു മെക്കാനിക്സ് ഉണ്ടോ, പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇഷ്ടം പോലെ നമുക്ക് ഈ ടെക്നീഷ്യന്മാരെ ഒപ്പിച്ച് കഴിഞ്ഞാൽ അത് സപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ അങ്ങനെ ടെക്നീഷ്യന്മാർ നമ്മുടെ നാട്ടിലില്ല. എല്ലാവരും കരയും പോലെ പുതിയ തലമുറ കടന്നു വരുന്നില്ല. എനിക്ക് തോന്നിയത് നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പകുതി ഉണ്ടല്ലോ, നമ്മുടെ വനിതാ വിഭാഗം, അവർക്കൊരു ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല, ആശാന്മാരെന്ന് പറയുന്നത് ആരും വരില്ല എന്നുള്ളതാണ്. എന്നാൽ മാറ്റങ്ങളുടെ കാറ്റ് വീശി തുടങ്ങി അല്ലേ. KSRTCയിൽ ഒരു കാലത്ത് ലേഡീസിനെ ഓഫീസ് വർക്കിനല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കണ്ടക്ടറായിട്ട് ലേഡീസ് വന്നു, പിന്നെ ഡ്രൈവറായിട്ട് ലേഡീസ് വന്നു. ഇപ്പം നിയമമായി ലേഡീസിനെ അപേക്ഷിക്കാം, അവർ ഓടിക്കുന്നില്ല വണ്ടി. സാഹചര്യങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ് അവരാരും ഈ മേഖലയിൽ കടന്നു വരാത്തത്. ഇപ്പോൾ സുനിത വില്യംസിന് ബഹിരാകാശത്ത് പറ്റി ഇത്ര നാളെ ജീവിക്കാമെങ്കിൽ പിന്നെ ലേഡീസിന് ചെയ്യാൻ പറ്റാത്ത എന്താണ്? എന്തും ചെയ്യാൻ പറ്റും. നമ്മൾ അവർക്കൊരു സാഹചര്യവും അവരോട് ഇത്തിരി ക്ഷമാപൂർവവും അവരുടേതായ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് മനസ്സിലാക്കി നിന്ന് കഴിഞ്ഞാൽ നടക്കും. ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ ലേഡി ടെക്നീഷ്യൻസിന് എടുക്കുന്നുണ്ട്, അവർ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മളെന്തിനാണ് മാറി നിൽക്കുന്നത്? നമ്മളെന്തിനാണ് നമ്മുടെ അന്യസംസ്ഥാന ആളുകളെയൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടെന്നൊന്നുമില്ല, കയറ്റിക്കുക, അവരും മിടുക്കന്മാർ തന്നെയാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർക്കും കൂടി കുറച്ചും കൂടി സാഹചര്യം കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഏവരും മനസ്സ് വെച്ചാൽ അതിനൊരു സാഹചര്യം ഉണ്ടായി വരും. നമുക്ക് നമ്മുടെ വനിതാ രത്നങ്ങളെ നമ്മുടെ ഗറാഷ്യൻ മേഖലയിലേക്ക് കടത്തി കൊണ്ടുവരണം, അവർക്കതിന് സാഹചര്യം കൊടുക്കണം. അത് നമുക്ക് വൻ വിജയം തരും.